ഞാൻ പറയട്ടെ, ഒരു പ്രമുഖ ചാനലിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. ഒരു പ്രമുഖ ചാനലിൽ നിന്നുള്ള ഞാൻ ആ പരാതി എഴുതി കൊടുത്ത അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ചാനല്, എനിക്ക് ആ ചാനലിനോട് റെസ്പെക്റ്റ് ആണ്. എനിക്ക് ആ ചാനലിനോട് ഇപ്പോഴും റെസ്പെക്റ്റ് ആണ്. ഉള്ള കാര്യം ഞാൻ പറയാം. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയിൽ കാണിക്കണം. ഏതെങ്കിലും പൈസയ്ക്കോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്നുള്ളത് നിഷേധിച്ച് പീഡകനൊപ്പം നിൽക്കുന്നത് ആവരുതൊരു ചാനൽ. ഇപ്പം അടുത്ത് നടന്ന സംഭവമാണ്. എനിക്കൊരു ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെതിരെ പരാതി കൊടുക്കേണ്ടി വന്നു. ഞാൻ എപ്പോഴും പരാതി കൊടുക്കുന്നത് ആദ്യം ഇന്റേണലി നമുക്ക് അതിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ലീഗലി പോകാറുള്ളത്. ഞാൻ പരാതി കൊടുത്ത ഒരു ജേർണലിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു പ്രമുഖ ചാനൽ. അതിൽ ഞാൻ ആ ചാനലിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഏറെ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും അത് അറിയിക്കും. ഞാനത് വ്യക്തമായ തെളിവോട് കൂടിയിട്ട് നമ്മൾ ഈ ഏത് മേഖലയിലാണ് സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുള്ളത്? സിനിമയുണ്ട്, സാഹിത്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഞാൻ അതിനെതിരെയൊക്കെ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ പറയും. അതിനെതിരെ ഇനിയിപ്പോൾ ഷഹനാസ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും വലിയ ഇഷ്യൂ തന്നെയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ട് തന്നെയാണ് ചാനലിൻ്റെ പ്രതിനിധികളോട് തെളിവടക്കമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാവില്ലല്ലോ. ആ മോശമായ അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും അനുഭവിക്കാതെ ഇരിക്കണമെങ്കിൽ, ഇതിനെതിരെ പ്രതികരിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മളൊക്കെ വീട്ടിൻ്റെ അകത്തിരിക്കണം. ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ അത് പറ്റില്ല. ഞങ്ങളെപ്പോലെയുള്ള കുറേ സ്ത്രീകൾ വെട്ടിപ്പിടിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞും പ്രതികരിച്ചും പ്രതിഷേധിച്ചും തന്നെ മുന്നോട്ട് പോയേ പറ്റൂ. ഇവനെ പോലെയുള്ള ആളുകൾ അധികാരത്തിൽ വരുമ്പോൾ അത് എത്രമാത്രം സ്ത്രീകളെ യൂസ് ചെയ്യാനുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണ് പുതിയ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവൻ ഇതാണല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരണങ്ങളെങ്കിലും ഞങ്ങൾ ബലിയാടാവുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇയാളെ അയോഗ്യനാക്കുമെന്ന് പറഞ്ഞൊരു ഇത് വന്നിരുന്നു. അതിനെ കോൺഗ്രസ് അനുകൂലിച്ചില്ല. അതിനെങ്ങനെയാ കാണുന്നത്? അയോഗ്യനാക്കേണ്ടതാണോ ശരിക്കും രാഹുലിനെ? രാഹുൽ അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ എപ്പോഴോ MLA സ്ഥാനം രാജിവെക്കണം. ഞാൻ പറയട്ടെ, അൻവർ എന്ന് പറയുന്നത് അയാൾ അയോഗ്യനാക്കണം എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനും എനിക്കെതിരെ എന്നോട് എങ്ങനെയൊക്കെ സമീപിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയാനും ഞാൻ ഈ നിമിഷം വരെ തയ്യാറാണ്. അത് ഇനിയിപ്പോൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്, വളരെ മോശമായിട്ട് പറഞ്ഞ ആളുകളുണ്ട്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ മേഖല, ഞാൻ ഈ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് പലതരത്തിലുള്ള അപ്രോച്ചുകൾ വരുന്നത്. അത് നിങ്ങളുടെ മീഡിയ അടക്കമുള്ള, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ടി വന്നത്. അപ്പം നമുക്ക് ഇത് പറയേണ്ടി വരികയും പ്രതികരിക്കേണ്ടി വരികയും ചെയ്യുകയാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെ മനസ്സിലായില്ല? എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, കോഴിക്കോട് തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ്. ഷാഫി പറമ്പിലിന് ശേഷം പാലക്കാട് MLA ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. അത് കോളേജാണോ സ്കൂളാണോ എന്നുള്ളതിൽ എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഷാഫി പറമ്പിൽ ചെയ്തത് കോളേജ് ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിച്ചത് സ്കൂളുകളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു സ്ത്രീയെയാണ്, ഒരു പെൺകുട്ടിയെയാണ് നിയോഗിച്ചു കൊടുത്തത് എൻ്റെ സുഹൃത്ത്, കോർഡിനേറ്റർ. അപ്പം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ ഇപ്പോഴാണ്, നമ്മളൊക്കെ അറിയാം, ഓരോ മനുഷ്യർക്കും ഓരോ സ്ത്രീകളെ കാണുമ്പോൾ അപ്രോച്ച് ചെയ്യുന്നുള്ളത്, അത് ഏതൊക്കെ തരത്തിൽ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അപ്രോച്ച് ചെയ്യുന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ ഈ ഒരു പെൺകുട്ടീനെ ഇതിനെ അപ്രോച്ച് ചെയ്ത് കൊടുത്തതിന് വേദനിക്കുന്ന ആ പെൺകുട്ടിയോട് ഇവൻ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തോ എന്ന് ചോദിക്കാൻ പോലും ഭയപ്പെടുന്ന ഏറ്റവും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ എനിക്കറിയാം. ഈ വിഷയത്തിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ആ കുട്ടിയോട് എങ്ങനെയാണ് ചോദിക്കുക, ഞാനാണെങ്കിൽ ആ കുട്ടിയെയാണ് ഏർപ്പാടാക്കി കൊടുത്തത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യഥാർത്ഥ കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു സൊസൈറ്റി ഇപ്പം എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു തലയും മുഖവും ഇല്ലാത്ത ആളുകൾ എന്തെങ്കിലും കമൻ്റ് ഇടുന്നതല്ല കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ. രാഹുൽ മാങ്കൂട്ടത്തിനെ എത്ര വെളുപ്പിച്ചാലും വെളുക്കാത്ത കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്.